ഹലോ അസ്സലാമു അലൈക്കും. ഇനി നമ്മൾ ഒരു ഇറച്ചിച്ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു 1/2 കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു കൂട് വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു 5-8 മുളക്, മീഡിയം സൈസ് 3 ഉള്ളി, 2 തക്കാളി, ഇത്രയും സാധനങ്ങൾ അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 2-3 സ്പൂണ് മല്ലിപ്പൊടി, ഒരു 1.5 സ്പൂണ് മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് എല്ലാം ഒന്ന് മിക്സാക്കി ഒരു കപ്പ് വെള്ളം ഒഴിച്ച് ഇത് വേവിച്ചെടുക്കാം. ഒരു ചെറിയൊരു ഇറച്ചിച്ചോറ്. അത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. നമ്മൾ ഇറച്ചി ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി വേറൊരു പാത്രം വെച്ച് കുറച്ച് ഉണക്കമുന്തിരി കിസ്മിസ് പൊരിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ചൂടായ എണ്ണയിലേക്ക് കുറച്ച് നല്ല ജീരകം ഇട്ട് കൊടുക്കാം. നല്ല ജീരകം, പട്ട, ഗ്രാമ്പു, കുറച്ച് കുരുമുളക്, ബേ ലീഫ്, കുറച്ച് ഓയിലും ഗീയും എടുത്തിട്ടുള്ളൂ. ഇറച്ചിയിൽ കുറച്ച് നെയ്യുണ്ട്, അധികം നെയ്യാണ്ടാന്ന് വെച്ച് നമുക്കിതിലേക്ക് ഒരു ഉള്ളി വാട്ടാനിട്ട് കൊടുക്കാം. ഉള്ളി ഇവിടെ വാടി വന്ന് ഇനി നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ഞാൻ 1 ഗ്ലാസ് അരിയേ എടുത്തിട്ടുള്ളൂ. ഗ്ലാസ് അരി. ഇറച്ചിയിൽ കുറച്ച് ഉപ്പ് ചേർത്തിന്, കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തൊന്ന് വറുത്തെടുക്കാം. അരി ഇവിടെ വറന്ന് വന്ന് ഈ ഇറച്ചി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുത്ത്, അപ്പോൾ കുറച്ച് വെള്ളം ആ കറിയിലുണ്ട്, അപ്പോൾ അത് പോരാ. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളത്തിൻ്റെ കണക്കിൽ തിളപ്പിച്ച് വെച്ച വെള്ളമാണ്. ഒരു മുറി നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് നമുക്കിത് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. കുറച്ച് ഗരം മസാല കൂടെ ചേർത്ത് നല്ലോണം തിളച്ച് വന്നാൽ ചെറിയ തീയാക്കി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അടച്ചു വെച്ചെടുക്കാം. നമ്മളെ ചോറ് ഏകദേശം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഉണക്കമുന്തിരിയും കുറച്ച് പുതിന ഇലയും ഇട്ട് കൊടുക്കാം. ഞാനിവിടെ നട്ട് പിടിച്ചിട്ട് കിട്ടിയ പുതിന ഇല. നമ്മൾ നല്ലോണം മല്ലിച്ചപ്പും കരിവേപ്പിലയും നല്ലോണം ചേർക്കുക. അപ്പം ചോറ് കറക്റ്റാണ്. നമ്മളെ മസാലയും എല്ലാം നല്ല കറക്റ്റായിട്ടുണ്ട്. നല്ല വെന്ത് റെഡിയായി. നിങ്ങൾ പുതിയതായിട്ട് ഉണ്ടാക്കുന്ന കുട്ടികൾ
ഇത് 1/2 കിലോ ഇറച്ചിക്ക് 1 ഗ്ലാസ് അരി. അതിന് കറക്റ്റ് ഉള്ളി മുളക് എല്ലാം കറക്റ്റ് ഞാൻ പറഞ്ഞത് എല്ലാം അതേപോലെ ഇടുക. ഇനിയിപ്പോൾ ഇതിനേക്കാൾ ക്വാണ്ടിറ്റി കൂടിയിട്ട് ഉണ്ടാക്കുമ്പോൾ മസാലപ്പൊടികളും ഉള്ളിയെല്ലാം ഇതിൻ്റെ അതേ ഇരട്ടി എടുത്തിട്ട് ഉണ്ടാക്കാം. അപ്പോൾ നമ്മളെ ടേസ്റ്റി ഇറച്ചിച്ചോറ് ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്തിട്ട് നോക്കാം. ഉണ്ടാക്കാൻ അറിയാത്തവരെല്ലാം വീഡിയോ കണ്ട് ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ പറയുക. എൻ്റെ ഈ ചാനൽ പുതുതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ബെൽ ബട്ടണൊക്കെ ഞെക്കി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. കണ്ടുകൊണ്ടിരിക്കുന്നവർ ഷെയറും ലൈക്കും കമൻറ്റൊക്കെ ഇട്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബായ്.